ആലപ്പുഴയിൽ 32 വർഷം മുമ്പ് നടന്ന കൊലപാതകത്തിലെ പ്രതിയെ ചെങ്ങന്നൂർ പോലീസ് പിടികൂടി. കുട്ടപ്പൻ എന്നയാളാണ് 32 വർഷം മുമ്പ് കൊല്ലപ്പെട്ടത്. പ്രതി ജയപ്രകാശാണ് പിടിയിലായത്. ഇയാൾ ഒളിവിലായിരുന്നു. ഇതിനിടയിലാണ് പിടിയിലാകുന്നത്. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, എങ്ങനെയാണ് ഈ ജയപ്രകാശ് കൊല്ലപ്പെട്ടത്? കുട്ടപ്പൻ തന്നെയാണ് എന്നുള്ളത് നേരത്തെ അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? സിജു, കഴിഞ്ഞ ദിവസമാണ്, അതായത് ഇന്നലെയാണ് ഈ ജയപ്രകാശിനെ പോലീസ് പിടികൂടുന്നത്. 32 വർഷം മുൻപാണ് കുട്ടപ്പൻ മരണപ്പെട്ടത്. അന്ന് സ്വാഭാവിക മരണം എന്നൊക്കെയായിരുന്നു സംശയിച്ചിരുന്നെങ്കിലും പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് കൊലപാതകമാണെന്നും ഇതിന് പിന്നിൽ ജയപ്രകാശ് ആണെന്നും പോലീസിന് വ്യക്തമാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇയാൾ കുറച്ചു കാലമായിട്ട് നാട്ടിലില്ലായിരുന്നു. നാട്ടിൽ നിന്നും ഈ സംഭവത്തിന് ശേഷം നാട് വിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇതിനുശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ കൊലപാതകം നടത്തിയതാണ് എന്ന് പോലീസിന് വ്യക്തമായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാളെ അറസ്റ്റ് എന്ന് രേഖപ്പെടുത്തും. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 12 മണിയോടുകൂടി ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോഴായിരിക്കും ഈ കാര്യങ്ങളെ കുറിച്ചും കൊലപാതകത്തിന്റെ സാഹചര്യം അല്ലെങ്കിൽ ഇത് എങ്ങനെ സംഭവിച്ചു ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വ്യക്തമാകുകയുള്ളൂ. എന്തായാലും നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഏതാണ്ട് 32 വർഷം മുൻപ് നടന്ന ഒരു കൊലപാതകത്തിന്റെ പ്രതിയെ ചെങ്ങന്നൂർ പോലീസ് ഷാജഹാൻ, ഈ കുട്ടപ്പനും ജയപ്രകാശും ഒരേ പ്രദേശവാസികൾ തന്നെയാണോ? സുഹൃത്തുക്കളായിരുന്നു? എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്? ഇത് സംബന്ധിച്ച് നാട്ടുകാർ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ വിവരങ്ങൾ? സിജു, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് കഴിഞ്ഞ ദിവസമാണ് കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ജില്ലാ പോലീസ് മേധാവി ഇക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാകും. ഇരുവരും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ജയപ്രകാശ് ഇയാളെ കൊലപ്പെടുത്തുകയായിരുന്നു. വാക്കുതർക്കത്തിൽ ഇടയിലുണ്ടായ കൊലപാതകമാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ജില്ലാ പോലീസ് മേധാവി വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അപ്പോഴായിരിക്കും ഇക്കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. പക്ഷേ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമായ വിവരം മാത്രമാണ്. കാര്യം ഇത് പോലീസ് ഔദ്യോഗികമായിട്ട് ഇന്ന് ഉച്ചയോടുകൂടിയേ സ്ഥിരീകരിക്കുള്ളൂ. 32 വർഷം മുൻപ് നടന്നൊരു കൊലപാതകത്തിൽ പ്രതിയെ പിടികൂടി എന്നുള്ളൊരു വാർത്തകൾ മാത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. ഈ ജയപ്രകാശാണ് കൊലപാതകി. ഇയാളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇയാളെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും.